ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഏപ്രിൽ മന്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഏപ്രിൽ മാസം 1-ാം തീയതിയാണെന്ന് ഈ ഒരു മാസത്തെ നിങ്ങളുടെ റീഡിംഗ് ആണ് എടുക്കുന്നത് കേട്ടോ. ഏപ്രിൽ മാസത്തെ റീഡിംഗ് എന്തൊക്കെ സന്തോഷങ്ങളാണ് ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് നമുക്ക് നോക്കാമേ. കാർഡൊക്കെ ഞാൻ ഷഫിൾ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സൺ വന്നിട്ടുണ്ട്, നൈറ്റ് കപ്പ് ഉണ്ട്, 3 of Wand, 6 of Wand, 5 of Pentacles, Queen of Wand, 8 of Wand, 2 Cup, Strength, Hermit, Magician, 9 of Wand, 7 of Swords, Queen of Pentacles, the Moon. ഇതാണ് സ്പ്രെഡ്. ഏപ്രിൽ മാസത്തിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് നോക്കാം. ഫസ്റ്റ് സൺ കാർഡ് വന്നിട്ടുണ്ട്. ഏപ്രിൽ മാസം ഒരു നല്ലൊരു മാസമായിട്ടാണ് കാണുന്നത് അല്ലെ. ഏപ്രിൽ മാസത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ട്. വിഷു വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞ് വിഷു വരുന്ന മാസമാണ്. ഒരുപാട് സന്തോഷം നിറഞ്ഞ ആഘോഷങ്ങളുടെയൊക്കെ ഒരു മാസമാണ് അല്ലെ. വിഷു ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമൊക്കെ ലൈഫിലേക്ക് വരുന്ന ഒരു മാസം തന്നെയാണ് ഏപ്രിലെ പല കാര്യങ്ങളിലൂടെ അല്ലെ. ഒരു നല്ലൊരു മാസമായിട്ടാണ് എനിക്ക് ഏപ്രിൽ മാസത്തെ കാണുന്നത്. ഒരുപാട് ആഘോഷങ്ങളുടെ അല്ലെങ്കിൽ ഒരുപാട് നമ്മള് നോയമ്പും അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഒരു ആഘോഷങ്ങളുടെ ഒരു മാസമായിട്ടാണ് ഏപ്രിൽ മാസത്തെ കാണുന്നത്. വിവാഹമൊക്കെ നടക്കാൻ പോകുന്ന ഒരു മാസം, പല നല്ല കാര്യങ്ങളും നടക്കാൻ പോകുന്ന ഒരു മാസമാണ് ഏപ്രിൽ മാസം. അതിന്റെ തന്നെയാണ് സൺ വന്നിട്ടുണ്ട്. പ്രാർത്ഥനകളും നോയമ്പും അങ്ങനെയൊക്കെയുള്ള പീഡാ സഹനങ്ങളുടെയൊക്കെ കാലങ്ങൾ കഴിഞ്ഞിട്ട്, ദുഃഖവെള്ളിയും ബസവും വ്യാഴവും അങ്ങനെ പീഡാ സഹനങ്ങളുടെയൊക്കെ കാലം കഴിയുമ്പോഴത്തേക്കിനൊരു സന്തോഷത്തിൻ്റെതായുള്ള ഒരു മാസമാണ് ഏപ്രിൽ മാസം അല്ലെ. ആഘോഷത്തിന്റെ ഒരു മാസമാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷം ഒരു നല്ല ഒരു സമയം, അതായത് സൂര്യൻ ഉദിക്കുന്ന ഒരു സമയമാണ് ഏപ്രിൽ മാസം. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു പോയിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പലരുടെ ലൈഫിലും കടന്നു പോയിട്ടുണ്ട്. രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗങ്ങളുമായിട്ട് വലഞ്ഞിരിക്കുന്ന മാസങ്ങളായിരുന്നു കഴിഞ്ഞ മാസങ്ങള്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആ രോഗങ്ങൾക്ക്, അസുഖങ്ങൾക്കൊക്കെ ഒരു ഭേദം വരുന്നൊരു മാസം, നിങ്ങൾ സൗഖ്യമാകുന്ന ഒരു മാസം, അതുപോലെ സാമ്പത്തികമായിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഇത് നീങ്ങിപ്പോകാൻ പോകുന്നത്, മാറിപ്പോകാൻ പോകുന്ന ഒരു മാസമായിട്ട് ഏപ്രിൽ മാസത്തെ കാണാം. പല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പല കാര്യങ്ങൾ, ഒരു പക്ഷേ ബിസിനസ്സിലാവാം, അല്ല പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു സക്സസ് വരുവാണ്. നിങ്ങൾ ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ സക്സസ്സിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഏപ്രിൽ മാസത്തില്. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ബൗണ്ടറി ആരൊക്കെയോ വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലൊരു ബൗണ്ടറി, ഒരു പക്ഷെ നിങ്ങളുടെ വ്യക്തികൾ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളാവാം, നിങ്ങളുടെ ബന്ധുക്കളാവാം, സുഹൃത്തുക്കളാവാം. അപ്പം അങ്ങനെ ആരൊക്കെയോ നിങ്ങൾക്ക് ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങളെ ഒന്നും അവരുടെ ലൈഫിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ബന്ധുക്കളാവാം, സുഹൃത്തുക്കളാവാം. അപ്പൊ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമായിട്ടുണ്ടാവാം, നിങ്ങൾക്ക് രോഗത്തിന് അടിമയായിട്ടുണ്ടാവാം. അങ്ങനെ ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങളെ അവരുടെ ലൈഫിൽ, നിങ്ങളുടെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയൊക്കെയോ ലൈഫിൽ നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ബൗണ്ടറി, നിങ്ങൾക്കൊരു ബൗണ്ടറി ഇട്ടിരുന്നതായിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികള്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സാഡായിട്ടിരുന്ന അല്ലെങ്കിൽ സങ്കടത്തിൽ ജീവിച്ചിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. വളരെ സങ്കടം അല്ലെങ്കിൽ സാഡായിട്ടുള്ള ഒരു സിറ്റുവേഷനോടെ, വളരെയധികം വേദനിക്കുന്ന ഒരു സിറ്റുവേഷനോടെ പോയിക്കൊണ്ടിരുന്ന ഒരവസ്ഥയായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങൾ പലരുടെയും. ഒരു ഹെർമിറ്റ് മൂഡിലാണ് നിങ്ങളുടെ ചിലരുടെയൊക്കെ ലൈഫ് പോയിക്കൊണ്ടിരുന്ന ഒരു ഹെർമിറ്റ്, അതായത് തനിച്ചായിട്ടുള്ള ലൈഫായിരുന്നു. ഒറ്റപ്പെട്ട് ആരും സഹായിക്കാനില്ലാതെ, ആരും നിങ്ങളുടെ ഒരു കാര്യങ്ങൾ അന്വേഷിക്കാനില്ലാത്തൊരു ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന വ്യക്തികളായി. ഒരു ഹെർമിറ്റ്, ഒരു സന്യാസി അല്ലെ സന്യാസിനി രീതിയിൽ പ്രാർത്ഥനയും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് മാത്രം ദൈവത്തോടടുത്ത്, ദൈവത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്വന്തം കാര്യത്തിൽ മാത്രം ഒതുങ്ങിക്കൂടി മറ്റുള്ളവരുമായിട്ട് യാതൊരു സഹകരണത്തിനും പോവാതെ നിങ്ങൾ ഒരു ഹെർമിറ്റ് മൂഡിൽ ജീവിച്ചിരുന്ന, ഹെർമിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വന്തം വെളിച്ചം വഴി കാണിച്ച് ആരുടെയും എടുത്തൊരു ശല്യത്തിനും പോവാതെ ജീവിച്ചിരുന്ന ഒരവസ്ഥയിലൂടെ പോയിരുന്നവരാവാം. കാരണം മറ്റുള്ളവർ നിങ്ങളെ അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു.
അവരുടെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല നിങ്ങളുടേത്. അതായത് നിങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ഡൗൺ ആയിരുന്നു, രോഗങ്ങളും അല്ലെ അങ്ങനെയെല്ലാം അവരെ നിങ്ങളുടെ കൂടെ കൂട്ടുന്നവർക്ക് അത് താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ നല്ലൊരു അവസ്ഥയിലേക്ക് പതുക്കെ പതുക്കെ ചുവട് വെച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളിൽ ചിലര് എന്തൊക്കെയോ സ്വന്തമായിട്ട് എന്തൊക്കെയോ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് നിങ്ങൾ എന്തൊക്കെയോ മുന്നോട്ടേക്ക് പോകാൻ മറ്റൊരു വഴിയും ഇല്ലാതായപ്പോ സ്വന്തമായിട്ട് ഓരോരോ വഴികൾ കണ്ടെത്തി പതുക്കെ പതുക്കെ ജീവിതത്തിൽ ചുവട് വെച്ച് മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു ലെവലിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്, ഒരു മജീഷ്യൻ. കാരണം നിങ്ങളിലൊരു മജീഷ്യൻ പവർ ഉണ്ടായിരുന്നു, നിങ്ങളിലൊരു മാജിക്കൽ പവർ, ഒരു മജീഷ്യൻ കാർഡുണ്ട്. അപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ്. അങ്ങനെയുള്ള ആ ഒരു വ്യക്തികൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസിനെ കാണുന്നുണ്ട്, ജെന്റ്സ് ഉണ്ട്, ക്യൂൻ ഓഫ് വാണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ്, വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളൊക്കെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വ്യക്തികളാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു കഴിവിനെയൊക്കെ പുറത്തെടുത്ത് എന്താ പറയാ സ്വന്തം കഴിവ് ഉപയോഗിച്ചു നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാവാം. അങ്ങനെ ഹെർമിറ്റതാണ് പറയുന്നത്, സ്വന്തം വെളിച്ചം വഴി കാണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി. അതായത് നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ പുറത്തെടുത്ത്, അപ്പോൾ മറ്റൊരു വഴി മുന്നോട്ടേക്ക് നീങ്ങാനില്ലാത്തപ്പോൾ നിങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ചിന്തിച്ചു. ആ നിങ്ങളിൽ തന്നെ ഉള്ള കഴിവുകളെ കണ്ടെത്തി നിങ്ങളിലേക്ക് തന്നെ നോക്കി, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി, എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക, മുന്നോട്ടേക്ക് കുതിക്കാൻ ഇനി എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക, അല്ലെ മുന്നോട്ട് ജീവിക്കാൻ ഇനി എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നിങ്ങളിലേക്ക് തന്നെ ഉറ്റുനോക്കി കണ്ടെത്തിയ നിങ്ങളുടെ കഴിവുകൾ. അപ്പോൾ ശരിക്കും നിങ്ങളൊരു മജീഷ്യനാണ്, ഒരു മാജിക്കൽ പവർ ഉള്ള വ്യക്തിയാണ്. കാരണം നിങ്ങൾ ഡിവൈൻ കണക്റ്റഡ് ആണ്. അപ്പൊ ദൈവത്തോടാണ് നിങ്ങളുടെ കണക്ഷൻ, യൂണിവേഴ്സിനോടാണ് നിങ്ങളുടെ കണക്ഷൻ. തീർച്ചയായിട്ടും അപ്പൊ നിങ്ങളിൽ ഒരു മാജിക്കൽ പവർ ഉണ്ട്, ആ ഒരു ഡിവൈൻ പവർ ഉണ്ട്. നിങ്ങൾക്ക് എന്തും കഴിയും, എന്തും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുന്നത് നടക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കും. അതിനുള്ള പവർ, കഴിവ്, ശക്തി എല്ലാം നിങ്ങളിൽ തന്നെയുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികൾ. അങ്ങനെ നിങ്ങൾ ഓരോ ചുവട് മുന്നോട്ട് വെച്ച് നിങ്ങളൊരു നല്ലൊരു ലെവലിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സമയമാണ് ഏപ്രിൽ മാസം. സൺ നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ മാസമാണ്. നൈറ്റ് കപ്പ് നിങ്ങൾ വിജയം വരിക്കുന്ന മാസമാണ്, വിജയത്തിലേക്ക് എത്തുന്ന മാസമാണ് ഏപ്രിൽ മാസം എന്ന് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പം പലർക്കും നിങ്ങളോട് അസൂയയാണ്, പലർക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കാവാം. അതായത് നിങ്ങളുടെ വളർച്ച കണ്ടിട്ട്, നിങ്ങളുടെ വളർച്ച അവര് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾ മാറിയിരിക്കുകയാണ്. അപ്പൊ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങളുടെ ചില സുഹൃത്തുക്കൾക്ക് നിങ്ങളോട് അസൂയുണ്ട്. അപ്പൊ നിങ്ങളെ അകറ്റി നിർത്തിയിരുന്നവർ ഇപ്പൊ നിങ്ങളെ അസൂയയോടെ കൂടിയാണ് നോക്കിയത്. അവരെ അകറ്റി നിർത്താൻ പാടില്ലായിരുന്നു എന്ന് മനസ്സിൽ വിചാരിക്കുന്നവരുണ്ട്. അങ്ങനത്തെ നിങ്ങളുടെ ബന്ധുക്കളാവാം, നിങ്ങളുടെ സുഹൃത്തുക്കളാവാം, ഒരുപക്ഷെ നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങളുടെ വൈഫാവാം, നിങ്ങളുടെ എന്താ പറയാ നിങ്ങൾക്കൊരു തകർച്ച വന്നപ്പം നിങ്ങളെ ഉപേക്ഷിച്ച് പോയ നിങ്ങളുടെ ലവറാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, നിങ്ങളുടെ വൈഫാവാം, നിങ്ങളുടെ ബന്ധുക്കളാവാം. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഉയർച്ച കണ്ടിട്ട് അവർക്ക് അസൂയാണ്, അവരെ മാറ്റി നിർത്തേണ്ടതില്ലായിരുന്നു, ചേർത്ത് പിടിക്കേണ്ടതായിരുന്നു എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് പലർക്കും. ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ഏപ്രിൽ മാസം നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഏപ്രിൽ മാസം മുതൽ നിങ്ങൾക്ക് പലർക്കും ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആരൊക്കെ റീഡിങ് കാണുന്നുണ്ട്. ഒരുപാട് പേരുടെ ഒരു എനർജി ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പൊ കുറച്ച് പേരുടെ ഒരു എനർജിയാണ്. ചിലപ്പോൾ ഒരാളുടെ റീഡിംഗ്, ഒരാൾക്കായിരിക്കും ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞതുണ്ടാവുക, അല്ലെങ്കിൽ രണ്ടാൾക്കായിരിക്കും. ആരോ എവിടെയോ നിന്ന് ഈ ഒരു റീഡിങ്ങിനായിട്ട് കാത്തിരിക്കുന്നുണ്ട്, എവിടെ ഇരുന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പൊ യൂണിവേഴ്സ് ആയിട്ട് അങ്ങനെ ആർക്കോ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആർക്കൊക്കെയോ വേണ്ടിയിട്ടാണ് എന്നോട് ഈ റീഡിംഗ് എടുക്കുക, എന്നിലൂടെ ഈ റീഡിംഗ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പം ഇതാണ് ചില വ്യക്തികളുടെ ഒരു എനർജി എന്ന് പറയുന്നത്. ചിലർക്ക് എന്ന് പറയുമ്പോൾ ഒരു നിങ്ങളുടെ ഒരു എന്താ പറയാ ടിൻ ഫ്ലെയിമിനെ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ടിൻ ഫ്ലെയിമിനെ കണ്ടുമുട്ടേണ്ട ഒരു സമയമായിട്ട് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ന്യൂ റിലേഷൻഷിപ്പ് വരുന്നു. അത് ശരിക്കും നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഒരു ബന്ധമായിരിക്കാം, എന്നല്ല, യഥാർത്ഥത്തിലുള്ളൊരു ബന്ധമാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അതായത് നിങ്ങളുടെ ടിൻ ഫ്ലെയിം, നിങ്ങളുടെ ജോഡി തന്നെ നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളോട് ചേരേണ്ട ജോഡി തന്നെ, ടു കപ്പ്
ആ ഒരു വ്യക്തിയുമായിട്ട് കൂടി ചേരുന്നതിലൂടെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കൂടി ചേരുന്നതിലൂടെ എന്തൊക്കെയോ യൂണിവേഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഉന്നതിയിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം ആ ഒരു വ്യക്തിയുടെ ലൈഫിലും നിങ്ങൾ വരുന്നതോടുകൂടി ചില കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു. അങ്ങനെ നിങ്ങൾ പരസ്പരം കൂടിച്ചേരേണ്ട ചില വ്യക്തികൾ തമ്മിൽ കൂടിച്ചേരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു എനർജി കാണുന്നുണ്ട് ഇവിടെ. നിങ്ങളുടെ ചില സംരംഭങ്ങള് ഒരുപക്ഷെ ബിസിനസ് ആവാം, മറ്റെന്തെങ്കിലും സംരംഭങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ വിജയം വരിക്കാൻ, ലക്ഷ്യപ്രാപ്തിയിൽ എത്താനായിട്ട് കുറച്ചൊരു ടൈം കൂടെ കാത്തിരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കുറച്ചൊരു എഫേർട്ട്, കുറച്ചും കൂടെ നിങ്ങൾ അതിനു വേണ്ടിയിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അല്ലെ കുറച്ചൊരു ടൈമും കൂടെ കാത്തിരിക്കേണ്ടതുണ്ട്. അത് എത്തിയിരിക്കുന്നു. ആ ഒരു സംരംഭം പൂർത്തിയാകാനുള്ള ആ ഒരു സമയം എത്തിയിട്ടുണ്ട്. കുറച്ചൊരു കാര്യം ഇപ്പൊ ഒരുപക്ഷെ ഏപ്രിൽ മാസം ആദ്യം ഇപ്പായിട്ടുള്ള ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി ആ ഒരു കാര്യലക്ഷ്യം നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് ഇവിടെ ചിലർ വളരെയധികം സാമ്പത്തികമായിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട്. ചില വ്യക്തികൾക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് നിങ്ങൾക്ക് വീടുണ്ടാവാം, നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാവാം, അങ്ങനെ സ്വത്തുണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് സാമ്പത്തികം നിങ്ങളുടെ കയ്യിലില്ലാതെ വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വസ്തു വിൽക്കാനായിട്ടൊക്കെ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അത് വിറ്റിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാമായിരുന്നു എന്ന് കരുതി നിങ്ങൾ വസ്തു വിൽപ്പനയ്ക്കൊക്കെ ആയിട്ട് കാത്തിരിക്കുന്നവരെ കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ പ്രോപ്പർട്ടിയോ വീടോ അങ്ങനെയൊക്കെ വിൽക്കാനൊക്കെ കാത്തിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു നല്ല സമയം വരുന്നതായിട്ടാണ് കാണുന്നത് ഏപ്രിൽ മാസം മുതൽ. ചില വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഒരു ചീറ്റിങ് കാണിക്കുന്നുണ്ട്. ആരോ നിങ്ങളുടെ കൂടെ കൂടിയിട്ട്, ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ്സിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് നിങ്ങളെ പറ്റിക്കുന്നതായിട്ട് കാണും. ആരോ ഒരുപക്ഷെ നിങ്ങളെ ഏതെങ്കിലും വ്യക്തികളാവാം നിങ്ങളെ എന്താ പറയാ പറ്റിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഏതെങ്കിലും ലവ് ട്രാക്കിൽ പറ്റിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. റിയൽ ലവ് അല്ല അവര്. നിങ്ങളിൽ ഒരുപക്ഷെ പണമാവാം, അല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് എന്തെങ്കിലും ഒരു ചീറ്റിങ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് വരുന്ന ആരൊക്കെയോ അങ്ങനെ ചീറ്റിങ്ങിൽ പെട്ടതായിട്ട് കാണും. അങ്ങനെ ആരോ നിങ്ങളെ പറ്റിക്കാനായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അപ്പൊ നിങ്ങൾ നല്ലവണ്ണം ആലോചിച്ച് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന വ്യക്തികളെ മനസ്സിലാക്കിയെടുക്കണം. അപ്പൊ ഞാനിവിടെ നിങ്ങളുടെ ടിൻ ഫ്ലെയിമിനെ കണ്ടുമുട്ടാൻ പോകുന്നു, അല്ല ഞാൻ പുതിയ റിലേഷൻഷിപ്പ് വരാൻ പോകുന്നു പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് റിയൽ ആണോ എന്നത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ ആ ലൈഫിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഒറിജിനൽ ആണ് പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കാതെ നിങ്ങൾ അത് കുറച്ചൊന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അത് നിങ്ങളുടെ റിയൽ ആണെന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ചതിയിൽപ്പെടാതെ, പറ്റിക്കപ്പെടാതെ, വഞ്ചനയിൽപ്പെടാതെ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ചിലർക്കൊക്കെ ഒരു വാണിംഗ് ആയിട്ട് ഞാൻ തരുന്നുണ്ട് കേട്ടോ. യൂണിവേഴ്സ് തരുന്ന ഒരു വാണിംഗ് ആണ്. വ്യക്തികൾ അങ്ങനെയുള്ള എന്തൊക്കെയോ ചീറ്റിങ്ങിൽ പെട്ടിട്ട് സാഡായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നു. വളരെയധികം ഡിപ്രഷൻ, സങ്കടത്തിലും വേദനയിലും പെട്ടിരിക്കുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. വല്ലാത്തൊരു ഡിപ്രഷൻ. അപ്പം ചില രീതിയിൽ ഇപ്പം ആദ്യമൊക്കെ ഒരുപാട് ഇപ്പം മാരേജ് തന്നെയാണെങ്കിൽ തന്നെ ഒരുപക്ഷെ രണ്ടാം വിവാഹമാകും ആണെങ്കിൽ തന്നെ ഒരു കുട്ടിയൊക്കെ ആയിട്ടാവാം. ചിലര് നിങ്ങൾക്ക് എല്ലാ വാഗ്ദാനങ്ങളും തന്ന് നിങ്ങളെ രണ്ടാമത് വീണ്ടും വിവാഹം കഴിക്കും. പക്ഷെ കുറെ നാളുകൾ പോയി കഴിയുമ്പോഴത്തേക്കിനും അവർക്ക് നിങ്ങൾ ആ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ വഴക്കും ബഹളവും കുടിയും അടിയും ബഹളവും അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും സ്ത്രീധനമായിട്ട്, അല്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് കൊടുക്കണ്ട, ഒന്നും വേണ്ട എന്ന രീതിയിൽ കല്യാണം കഴിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ വീണ്ടും സ്വത്തും പണവും ഒക്കെ ചോദിച്ചുകൊണ്ട് വഴക്കും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ നിങ്ങളെ ചെയ്യുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. അങ്ങനത്തെ ഏതൊക്കെയോ ചീറ്റിങ്ങിൽ പെട്ടിരിക്കുന്ന വ്യക്തികളെയും കാണുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾ വളരെ സാഡായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, വളരെ വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചിലർക്ക് ഫാമിലി ആയിട്ട് വിദേശത്ത് പോകാനുള്ള സാധ്യതയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ഒരുപക്ഷെ വൈഫോ വിദേശത്തായിരിക്കാം. അപ്പൊ ഫാമിലി ആയിട്ട് വിദേശത്ത് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ വിദേശത്ത് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വിദേശത്താണെങ്കിൽ നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ തയ്യാറെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ചിലർ കടന്നുപോയി ഒരുപാട് പ്രോബ്ലംസ് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങളൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. ഒത്തിരിയും പ്രോബ്ലംസ്, അതായത് പ്രോബ്ലംസ് വരും വന്ന് ഓരോ പ്രോബ്ലം ഫേസ് ചെയ്ത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട്
ഏത് പ്രോബ്ലത്തെയും തരണം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രോങ് പേഴ്സൺ ആയിട്ട് മാറിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ചില വ്യക്തികള് വളരെ ദയയും കരുണയും, മറ്റുള്ളവരോട് വളരെ ദയയും കരുണയുള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ ഉത്സാഹമുള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ വിദേശത്തേക്ക് പോവാൻ, ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ ചില വ്യക്തികള് നിങ്ങളുടെ ലവറെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ ലോങ് ഡിസ്റ്റൻസ് ആണെന്ന് തോന്നുന്നു. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ആ ഒരു വ്യക്തി വിദേശത്താണെങ്കിൽ നിങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ ഒരു ഏപ്രിൽ മാസം നിങ്ങളുടെ അടുത്തേക്ക് അവർ വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ചിലവർക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഞാൻ ചിലരുടെ ലവ് ലൈഫിലാവാം അല്ലെങ്കിൽ മാരേജ് ലൈഫിലാവാം ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം ഇവിടെ കാണുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി കാണുന്നുണ്ട്. അതോടൊപ്പം അതിന്റെ പേരിൽ ചില വ്യക്തികൾ വളരെ ഹസ്ബൻഡിന് മറ്റൊരു ബന്ധമുണ്ട് എന്നുള്ള പേരിൽ സാഡായിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഹസ്ബൻഡിനാൽ ചീറ്റ് ചെയ്യപ്പെട്ട് ചില സ്ത്രീകള് സാഡായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെയധികം വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിന് മറ്റൊരു ബന്ധം ഉള്ളതായിട്ട്, അല്ലെങ്കിൽ അവര് മറ്റൊരു തേർഡ് പാർട്ടി, ഏതോ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലവറിന്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി വന്നതായിട്ട് നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടതായിട്ട് എനിക്ക് ഇവിടെ തോന്നുന്നുണ്ട്. പല രീതിയിൽ നിങ്ങളെ ചീറ്റ് ചെയ്യപ്പെട്ടിട്ട് വളരെയധികം സാഡും ഡിപ്രഷനും ആയിട്ടിരിക്കുന്ന വ്യക്തികൾ കാണുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ പലർക്കും ഒരു സക്സസിന്റെ മാസമായിട്ട് കാണുന്നുണ്ട്. വളരെയധികം സന്തോഷത്തിന്റെയും വളരെയധികം സക്സസിന്റെയും മാസമായിട്ട് കാണുന്നുണ്ട്. പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവർ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സിലേക്ക് ചുവട് വെച്ചവർക്കൊക്കെ നല്ലൊരു മാസമായിട്ട് കാണുന്നുണ്ട്. പുതുതായിട്ട് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് ചിലർക്ക് സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ പുതിയ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പുതിയതായിട്ട് എന്താണെങ്കിലും നിങ്ങൾ വിദേശ യാത്രയ്ക്ക് കാത്തിരിക്കുകയാണ്, വിദേശത്ത് പോകാനുള്ള കാര്യങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് സാധ്യമാകാൻ പോകുന്നു. വിദേശയാത്ര സാധ്യമാക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ ജോലിക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏപ്രിൽ മാസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങൾ ഈ ഒരു നോയമ്പ് കാലം അല്ലെങ്കിൽ ഈ ഒരു നോയമ്പ് കാലം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏപ്രിലോട് കൂടി പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല. നല്ലൊരു മാസമായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ഏപ്രിൽ മാസത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. സണ്ണാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്, സണ്ണ്. സെക്കൻഡ് കണ്ട നൈറ്റ് ഒക്കെ. അപ്പൊ നിങ്ങൾ ആ എന്ത് കാര്യമാണോ സ്റ്റാർട്ട് ആവാൻ പോണേ, എന്ത് കാര്യമാണോ നിങ്ങൾ തുടങ്ങാൻ പോകുന്നത്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണെന്നാണ് പറയുന്നത്. വിജയമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്, വിജയമാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ട്ണർ ആയിട്ടൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആരൊക്കെയോ കുറച്ച് വ്യക്തികൾ അല്ലെങ്കിൽ 2 വ്യക്തികൾ അതിൽ കൂടുതൽ വ്യക്തികളായിട്ട് എന്തോ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും സക്സസ് ആയിട്ടാണ് കാണുന്നത്. സക്സസ് ആണ് നിങ്ങൾക്ക് ഈ ഏപ്രിൽ മാസം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൽ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് ഏപ്രിൽ റീഡിങ്ങിലൂടെ കിട്ടിയിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ഒക്കെ ഒരു മാസമായിട്ട് എനിക്കിവിടെ കാണുന്നത്. ഏപ്രിൽ മാസം ഒരു അനുഗ്രഹിക്കപ്പെട്ട മാസം തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് അനുഗ്രഹം തന്നെയാണ് ഏപ്രിൽ മാസം കൊണ്ടുവരുന്നത്. അപ്പൊ സന്തോഷത്തോടെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സന്തോഷത്തോടെ കാത്തിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് പലർക്കും വിവാഹം നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നത്. ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. പലരുടെയും വിവാഹം നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഏപ്രിൽ മാസം. ഒരുപക്ഷെ നിങ്ങൾക്ക് വിവാഹം ഇതുവരെ ഒരുപാട് നാളായിട്ട് മാരേജ് ഒന്നും നടക്കാതിരിക്കുന്ന വ്യക്തികൾക്ക് ഒരുപക്ഷെ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്കൊരു പുതിയ റിലേഷൻഷിപ്പ്, പുതിയൊരു ആലോചന, ഒരു പുതിയ വിവാഹ ബന്ധം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ബന്ധം വരുന്നു, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള പല കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പുതിയ പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ തുടക്കം ഏപ്രിൽ മാസത്തിൽ പലതിന്റെ ഒരു പുതിയ തുടക്കമായിട്ട് കാണുന്നുണ്ട്. പുതിയ തുടക്കം പലരുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കമാണ്.
പുതിയ തുടക്കമാണ്. നിങ്ങൾ സന്തോഷമായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ഉണ്ട്. നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളാണ്. അത് മാജിക്കൽ പവർ ഉള്ളവരാണ് നിങ്ങൾ പലരും. ഇത് കാണുന്ന പലരും ഒരു മാജിക്കൽ പവർ ഉള്ളവരാണ്. നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇപ്പൊ ഏതൊരു കാര്യത്തിനും നിങ്ങൾ തീരുമാനിക്കുന്നത് എന്താണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്, അത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും. അതാണ് നിങ്ങൾക്കിപ്പം നല്ലൊരു എന്താ പറയാ നല്ലൊരു വീട് വേണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും യൂണിവേഴ്സ് തരും. അപ്പൊ ആഗ്രഹിക്കുക, അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അതിന് മാനിഫെസ്റ്റ് ചെയ്ത് ലൈഫിലേക്ക് കൊണ്ടുവരും. എന്തായാലും പോസിറ്റീവ് ആയിട്ടിരിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ലൈഫിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആഗ്രഹിച്ചാൽ അത് എന്തായാലും യൂണിവേഴ്സ് കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾ സക്സസിലേക്ക് പോകുക എന്നുള്ളതാണ്. സക്സസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കാണ് സന്തോഷം വേണ്ടത്. അപ്പൊ മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരെന്ത് പറയും, അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവരെന്ത് പറയുന്നത് നിങ്ങൾ നോക്കേണ്ടതില്ല. നിങ്ങളുടെ സന്തോഷം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ സന്തോഷമാണ് വലുത്. നിങ്ങളുടെ സന്തോഷത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. മറ്റുള്ളവർ നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റുള്ളവർക്കൊരു സന്തോഷമല്ല. അപ്പം അത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് അവർ കിടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് സന്തോഷം, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. എല്ലാവരെയും സന്തോഷിപ്പിച്ച് മുന്നോട്ടേക്ക് പോകാനാവില്ല. നിങ്ങൾ നിങ്ങളുടെ സന്തോഷം മാത്രം നോക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുക. അതിന് നിങ്ങൾ നിങ്ങളുടെ നേരായ മാർഗത്തിലൂടെ പോയി നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുക. പലരുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ, പലരുടെ അഭിപ്രായത്തിന് കാത്തു നിൽക്കാതെ സ്വന്തം ലക്ഷ്യത്തിലേക്ക് എന്താ പറയാ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ടേക്ക് പോവുക. ഒരു മാജിക്കൽ പവറുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഡിവൈൻ കണക്റ്റഡ് ആണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് തീർച്ചയായിട്ടും നടത്തി തരും. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഏപ്രിൽ മാസം നല്ലൊരു അനുഗ്രഹത്തിന്റെയും ഒരു അത്ഭുതത്തിന്റെയും അല്ലെങ്കിൽ ഒരു ബ്ലസ്ഡ് മന്താണ്. അനുഗ്രഹങ്ങളുടെ ഒരു മാസമാണ് ഏപ്രിൽ മാസം. നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഏപ്രിൽ മാസം വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ലൈഫിൽ സൂര്യൻ ഉദിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നല്ലത് മാത്രം സംഭവിക്കട്ടെ. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തെ കുറിച്ച് നിങ്ങൾക്ക് തരാനുള്ള റീഡിങ്. അപ്പൊ എന്റെ റീഡിങ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ട് കോൺടാക്ട് ചെയ്യുക. ടാരോട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എന്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.